പ്രഭു യശോമതി നന്ദന പാടാവും. ആ, പാടിക്കോളൂ. യശോമതി നന്ദന വ്രജ ബರೋ നാഗര, യശോമതി നന്ദന വ്രജ ബರೋ നാഗര, ഗോകുല ರಂಜನಕಾನ, ಗೋಕುಲ ರಂಜನಕಾನ, ಗೋಪಿ ಪರನದನ ಮದನ ಮನೋಹರ, ಗೋಪಿ ಪರನದನ ಮದನ ಮನೋಹರ, ಕಾಲಿಯ ದಮನ ವಿಧಾನ, ಕಾಲಿಯ ದಮನ ವಿಧಾನ, ಅಮಲ ಹರಿನಾಮಯ ವಿಲಾಸ, ಅಮಲ ಹರಿನಾಮಯ ವಿಲಾಸ, ವಿಪಿನ ಪುರಂದರ ನವೀನ ನಗರ ಬೋರ, ವಿಪಿನ ಪುರಂದರ ನವೀನ ನಗರ ಬೋರ, ವಂಶಿವದನ ಸುವಾಸ, ವಂಶಿವದನ ಸುವಾಸ, ವ್ರಜನ ಪಾಲನ ಅಸುರಕುಲ ನಾಶನ, ವ್ರಜನ ಪಾಲನ ಅಸುರಕುಲ ನಾಶನ, ನಂದಗೋಪನ ರಘುಬಾಲ, ನಂದಗೋಪನ ರಘುಬಾಲ, ಗೋವಿಂದ ಮಾಧವ ನವನೀತ ತಸ್ಕರ, ಗೋವಿಂದ ಮಾಧವ ನವನೀತ ತಸ್ಕರ, ಸುಂದರ ನಂದ ಗೋಪಾಲ, ಸುಂದರ ನಂದ ಗೋಪಾಲ, ಯಮುನಾ ತಟ ಚರ ಗೋಪಿ ಬಸನ ಹರ, ಯಮುನಾ ತಟ ಚರ ಗೋಪಿ ಬಸನ ಹರ, ರಾಸರಸಿಕ ಕೃಪ ಮೋಯ, ರಾಸರಸಿಕ ಕೃಪ ಮೋಯ, ಶ್ರೀ ರಾಧಾ ವಲ್ಲಭ ವೃಂದಾವನ ನಟಪರ, ಶ್ರೀ ರಾಧಾ ವಲ್ಲಭ ವೃಂದಾವನ ನಟವರ, ಭಕ್ತಿ ವಿನೋದಾಶ್ರಯ, ಭಕ್ತಿ ವಿನೋದಾಶ್ರಯ, ಯಶೋಮತಿ ನಂದನ ವ್ರಜ ಬರೋ ನಾಗರ, ಯಶೋಮತಿ ನಂದನ ವ್ರಜ ಬರೋ ನಾಗರ, ಗೋಕುಲ ರಂಜನ ಕಾನ, ಗೋಕುಲ ರಂಜನ ಕಾನ. ಹರೇ ಕೃಷ್ಣ 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 ಹರೇ ಹರೇ, ಹರೇ ರಾಮ 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 ಹರೇ ಹರೇ, ಹರೇ ಕೃಷ್ಣ 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 ಹರೇ ಹರೇ, ಹರೇ ರಾಮ 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 ಹರೇ ಹರೇ, ಹರೇ ಕೃಷ್ಣ 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 ಹರೇ ಹರೇ, ಹರೇ ರಾಮ 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 ಹರೇ ಹರೇ. ശ്രീ ഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തിശക്തികം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണം കരുണയാഗ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്.
ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തനഃ കൃത്യന്തസ്തോ ഹ്യഭദ്രാണി വിധിനോതി സുഹൃത്സദാം നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ബർഹാപീഠം നടവരവപുക്കർണയോ കർണികാരം ബിഭ്രദ്വാസകനകകപിശം വൈജയന്തിം ച മാലാം രന്ധ്രാൻ വേണോരധരസുധയാപൂരയൻ ഗോപവൃന്ദൈർ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത് ഗീതകീർത്തി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരിണം ശ്രീ പരമാനന്ദ മാധവം ശ്രീചൈതന്യമീശ്വരം ശ്രീഗുരും ദീനധാരിണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ദിവസം ശ്ലോകം നമ്പർ 8 എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിർത്തിയത്. എൻ്റെ തുടങ്ങിയതേ ഉള്ളൂ, എടുത്തു തീർന്നില്ല. ആ ശ്ലോകം ആരെ ഒന്ന് വായിക്കുക? ഹരേ കൃഷ്ണ. ആരും വായിക്കുന്നില്ലെങ്കിൽ ഞാൻ വായിക്കാം. ദേവർഷണാദിഷ്ട സകാലോയമുപസ്ഥിതഃ യദാത്മനോംഗമാക്രീഡം ഭഗവാനുത്സിസൃക്ഷതി. അപി ദേവർഷിണാദിഷ്ട സകാലോയമുപസ്ഥിതഃ യദാത്മനോംഗമാക്രീഡം ഭഗവാനുത്സിസൃക്ഷതി. അപി ദേവർഷിണാം ആദിഷ്ട സഹ കാലഃ അയം ഉപസ്ഥിതഃ യദാ ആത്മനഃ അംഗം ആക്രീഡം ഭഗവാൻ ഉത്സിസൃക്ഷതി. അപി എന്തായാലും ദേവർഷീണാം അതും നമുക്ക് തിരിച്ചു പറയാം. ദേവർഷിയായ നാരദനാൽ ആദിഷ്ട ഒരു പ്രത്യേകം മുന്നറിയിപ്പ് കൊടുത്തു. സഹ അതെ, സഹ എന്ന വാക്കിന് പലയിടത്തും അദ്ദേഹം അവൻ എന്നൊക്കെ വരാറുണ്ട്. ഇവിടെ അതെ എന്നുള്ളത് സഹ നമ്മൾ പ്രോനൗൺ ഉപയോഗിക്കുന്നത് പോലെ ഇവിടെ പറയുന്നത്. സഹ കാലഹ അനാത്യന്തമായ കാലം ഭഗവാൻ പറയുന്ന പോലെ കാലോസ്മി ലോകക്ഷേകൃത് പ്രവൃത്തോ എന്ന് പറയുന്ന പോലെ അനാത്യന്തമായ കാലം. അയം ഇത് ഉപസ്ഥിത എത്തിച്ചേർന്നു. യഥാ എപ്പോൾ ആത്മനഃ ഭഗവാന്റെ അല്ലെങ്കിൽ നമുക്ക് ആത്മനഃ ആത്മാവിനെ സംബന്ധിച്ച് എന്ന് പറയാം. അംഗം പൂർണ്ണാംശം, ആക്രീഡം ആവിഷ്കൃതമായിട്ടുള്ള രൂപത്തെ എന്ന് വെച്ചാൽ മാനിഫെസ്റ്റഡ് ആയിട്ട് പ്രകടമായി കാണുന്ന രൂപം ഭഗവാൻ തന്നെ ഉത്സിസൃക്ഷതി ഉപേക്ഷിക്കാൻ പോകുന്നു എന്നുള്ളത്. ഇവിടെ ട്രാൻസ്ലേഷൻ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കീ ജയ്. വന്ദേഹം ശ്രീഗുരു ശ്രീഗുരപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്നജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച
പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മൾ ആ ശ്ലോകത്തിന്റെ വിവർത്തനം വായിച്ചു. ആരെങ്കിലും ഒന്ന് വിവർത്തനം വായിച്ചട്ടെ. പുസ്തകം ഇല്ലേ ആരുടെയും കയ്യില്? വിവർത്തനം. ദേവർഷി നാരദൻ സൂചിപ്പിച്ചതുപോലെ ഭഗവാൻ തന്റെ ഇഹലോക ലീല അവസാനിപ്പിക്കാൻ പോകുന്നുവോ ആ സമയം ഇതിനോടകം സമാഗതമായോ? ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. എന്താണ് എല്ലാവർക്കും ഒരു ഹരേ കൃഷ്ണ. ഓക്കെ, ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഭഗവാന്റെ പൂർണ്ണ ശ്ലോകം നമ്പർ 8 ആണ് പ്രഭു. 1:14-8. ഇവിടെ പറയുന്നത് ഭഗവാനെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞത്, ഇതിനകത്ത് പറഞ്ഞത് അദ്ദേഹം തിരിച്ചു പോകാൻ പോവുകയാണോ? നമ്മൾ 1-ാം സ്കന്ധം 3-ാം അധ്യായത്തിൽ കണ്ടു. അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം ആരാണ് ഇവിടെ ധർമ്മങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ളത് എന്നൊക്കെ ചോദ്യം നമ്മൾ കണ്ടതാണ് അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭഗവാൻ തിരിച്ചു പോകാറായോ എന്നുള്ള ഒരു സംശയം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. അപ്പം ഇവിടെ പരമദിവ്യോത്തമ കൃഷ്ണനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ എത്ര പൂർണ്ണാധികാരമുള്ള മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയും, പൂർണ്ണാധികാരമുള്ള പൂർണ്ണാംശ വിസ്തരണങ്ങളെ അതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ ഇവിടെ വരുന്ന അവസരത്തിലെ ഭഗവാന്റെ കൂടെ ഈ പൂർണ്ണാംശങ്ങളെല്ലാം വരും. യോഗമായി അതിനെ എല്ലാം സംഘടിപ്പിച്ചിട്ടാണ് ഭഗവാനോടൊപ്പം ചേർത്തിട്ടാണ് വരുന്നത്. ഭഗവാൻ നമ്മളെ 10-ാം സ്കന്ധത്തിൽ കാണും. ആ ഭഗവാൻ ഇവിടേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആരെല്ലാം ബ്രഹ്മാവും ഭൂമിദേവിയും ബാക്കി എല്ലാ ദേവന്മാരും പോയി ചെന്ന് അങ്ങ് ഇവിടേക്ക് വരണം, ധർമ്മം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, അധർമ്മം നടമാടിക്കൊണ്ടിരിക്കുന്നു, എത്രയും വേഗം അങ്ങ് അവതാരം എടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന അവസരത്തിലെ അങ്ങ് അവതാരം എടുക്കണമെന്ന് പറയുന്നില്ല, വരണമെന്ന് പറയുന്ന അവസരത്തിലെ അദ്ദേഹം പറയുന്നുണ്ട്, ശരി, തീർച്ചയായും ഞാൻ എത്തുന്ന അവസരത്തിൽ ആരെല്ലാം എന്നോടൊപ്പം ഉണ്ടാകണം എന്നവിടെ പറയുന്നുണ്ട്. ആരൊക്കെയായിട്ട് ജനിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പറയുന്നതോടൊപ്പം തന്നെ പക്ഷെ ഭഗവാൻ വരുമ്പോൾ ഭഗവാൻ തന്നെയല്ല, ഭഗവാനോടൊപ്പം പൂർണ്ണ വിസ്തരണങ്ങളെല്ലാം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പൂർണ്ണ വിസ്തരണങ്ങൾ ആരൊക്കെയാണ് എന്ന് പറയാമോ? ഹരേ കൃഷ്ണ. ഭഗവാന് നിരവധി പൂർണ്ണ വിസ്തരണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഞാൻ പല പ്രാവശ്യം എടുത്തിട്ടുള്ള ഇതുമാണ്. ഒന്ന് പറയാൻ പറ്റുമോ? സംഘർഷൻ, വാസുദേവൻ, കൃഷ്ണൻ, അനിരുദ്ധൻ, നാരായണൻ. ഹരികൃഷ്ണ. സംഘർഷണൻ, ആദ്യം ഭഗവാന്റെ സംഘർഷണൻ, പ്രദ്യുപ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ എന്നൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ അത് 4 പൂർണ്ണാംശങ്ങളെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ 3 വിധ ശക്തികൾ പറഞ്ഞു നമ്മൾ. എന്തൊക്കെയാണ് ഇത്? സത്ത്, ചിത്ത്, ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. ഭഗവാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സച്ചിദാനന്ദ സ്വരൂപൻ എന്ന് നമ്മൾ എല്ലാവരോടെയും പറയും. അതെന്താണെന്ന് കൂടി നമ്മൾ പറയണമല്ലോ. സത്ത് എന്താണ്? ചിത്ത് എന്താണ്? ആനന്ദം എന്താണ്? അപ്പൊ സത്ത് എന്ന് പറയുമ്പം സന്ധിനി ശക്തിയാണ് നമ്മൾ സത്ത് എന്ന് പറയുന്നത്. അതുപോലെ ചിത്ത് എന്ന് പറയുമ്പോഴേ സംവിത്ത്. ചിത്ത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അല്ലെ? നോളജ്, അറിവാണ് അല്ലെ? അറിവാണ് ചിത് ഭാവം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പറയും സംവിത് ശക്തി എന്ന് പറയും. ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഇവിടെ ഞാൻ പറയുന്നതേ ഉള്ളൂ. സദ്ഭാവം എന്ന് പറയുമ്പോൾ അത് എറ്റേണിറ്റി, ശാശ്വതമായി നിലകൊള്ളുന്നു സന്ധിനി ശക്തി. അപ്പം സന്ധിനി ശക്തിയുണ്ട്, സംവിത് ശക്തിയുണ്ട്, പിന്നെ ഹ്ലാദിനി ശക്തി. ഹ്ലാദിനി എന്ന് പറയുമ്പോൾ എന്താണത്? ആനന്ദപൂർണമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം ഭഗവാന്റെ സച്ചിത് ആനന്ദ സ്വരൂപം, സന്ധിനി, സംവിത്ത്, ഹ്ലാദിനി എന്ന് പറയുന്ന ആ ഭാഗം, അവിടുത്തെ വെച്ചുകൊണ്ട് ഭഗവാൻ പിന്നീട് എത്രയോ മാനിഫെസ്റ്റേഷൻസ് ആയിട്ട്, എത്രയോ പൂർണ്ണാംശങ്ങളായിട്ട് പ്രകടമാകുന്നുണ്ട്. അപ്പൊ പൂർണ്ണാധികാരമുള്ള അനേകം പൂർണ്ണാംശങ്ങളുണ്ട്. അതുപോലെ പൂർണ്ണാധികാരം അല്ലാത്ത സാഹചര്യത്തിനനുസരിച്ച് വരുന്നവരും ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ മാതാജി പറഞ്ഞതുപോലെ സംഘർഷണനുണ്ട്, വാസുദേവനുണ്ട്,
പ്രദ്യുമ്നനുണ്ട്, അനിരുദ്ധനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാനിൽ നിന്ന് പ്രകടമായ ആദ്യത്തെ ഭാവം ഏതാണ്? അതാരാണ്? നാരായണൻ. ഭഗവാനിൽ നേരിട്ട് നാരായണൻ വരുന്നു. അല്ലെ? ബലരാമൻ. ബലരാമനാണ് പിന്നീടുള്ള ഈ എല്ലാ മാനിഫെസ്റ്റേഷൻസിന്റെയും സോഴ്സ് ആയിട്ട്, എല്ലാത്തിനും കാരണമായിട്ട്, എല്ലാത്തിനും പ്രകടമായിട്ട് നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ നിന്നെല്ലാം വരുന്നത്. അപ്പം അവിടെ ബലരാമനിൽ നിന്ന് ആദ്യത്തെ ചതുർവ്യൂഹം വന്നു, അല്ലെ? ഞാൻ പറഞ്ഞിരുന്നു അതെന്താണ്? ഫസ്റ്റ് സംഘർഷണൻ, അത് ആ ഒരു സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ, ആ 4 ഭാവങ്ങളും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആദ്യത്തേതിനെ നമ്മൾ മൂലസംഘർഷണം എന്ന് പറയുമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ നിന്ന് എന്തുണ്ടാകുന്നുണ്ട്? ആരുണ്ടാകുന്നുണ്ട്? സംഘർഷണിൽ നിന്ന് ആരാണ് ആദ്യം വരുന്നുണ്ടത്? അപ്പൊ നിങ്ങൾ പല ഭാവം ആ പേര് പറഞ്ഞു. എന്താണ്? നാരായണ ഭാവം. അല്ലേ? ആ നാരായണനിൽ നിന്നാണ് പിന്നീട് ആരുണ്ടാകും? സെക്കൻഡ് ചതുർവ്യൂഹം വരുന്നുണ്ട്. ഫസ്റ്റ് ചതുർവ്യൂഹം വരുന്നുണ്ട്, സെക്കൻഡ് ചതുർവ്യൂഹം വരുന്നുണ്ട്. ഇത് രണ്ടും പേരിൽ വ്യത്യാസമില്ല. സംഘർഷണൻ, വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്ന പേര് തന്നെയാണ് രണ്ടിടത്തും ഉള്ളത്. അപ്പം പൂർണ്ണാംശ വിസ്തരണങ്ങൾ ആണ് ഈ 4 പേരും എന്നുള്ളത് മറക്കരുത്. അപ്പം തുല്യശക്തി ഉള്ളവയാണ് പൂർണ്ണാംശ വിസ്തരണം കൊണ്ട്. അവയെല്ലാം തുല്യശക്തി ഉള്ളവയാണെങ്കിലും അവയ്ക്ക് ഓരോന്നിനും ഓരോ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതായി വരുന്നു. അപ്പം ഭഗവാൻ ഭഗവത്ഗീതയിൽ ഇതേ കുറിച്ചെല്ലാം വിസ്തരിച്ച് പറയുന്നുണ്ട്. വ്യത്യസ്തമായ പൂർണ്ണാംശങ്ങളെ അവയ്ക്ക് പ്രത്യേകമായ കർമ്മങ്ങളുണ്ട്. അതുപോലെ അല്ലാതെയുള്ള അംശങ്ങൾക്കും പ്രത്യേകമായ കർമ്മങ്ങളുണ്ട്. അപ്പൊ ചോദിക്കും, നമ്മളും ഭഗവാന്റെ അംശമല്ലേ? തീർച്ചയായും ആണ്. നമ്മളും ഒരു തീപ്പൊരി മാതിരി, വലിയ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് ഒരു പൊരി എവിടെങ്കിലും തെറിച്ചു വീഴുന്നത് പോലെ നമ്മളും ഭഗവാന്റെ അംശം തന്നെയാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പം ഭഗവാൻ പല കാര്യങ്ങളും ഭഗവത്ഗീതയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവാൻ എന്തിനാണ് ഇവിടെ വരുന്നത്? എന്താണ് കാരണം? ഭഗവത്ഗീതയിൽ നിന്ന് ഏത് ശ്ലോകം നമുക്ക് എടുക്കാം? അതിനെ നമ്മൾ ഭഗവത്ഗീത നിങ്ങൾ ഒരുപാട് പഠിച്ചു. 4-7 മാതാജി, 4-7 എടുക്കാം. അതിനു മുമ്പ് തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, 4-6 ഭഗവാൻ പറയുന്നുണ്ട്, അജോബിസൻ അവ്യയാത്മാ ഭൂതാനാമി ഈശ്വരോബിസൻ, അല്ലെ? അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഭഗവാന് ഇവിടെ വരുന്നത്, ഞാൻ അജനാണ്, എന്നാൽ ഞാൻ എന്ത് പറയുന്നു, ഭൂതങ്ങളുടെ എല്ലാം ഈശ്വരനുമാണ്, പക്ഷെ ഞാൻ വേണ്ട സമയത്ത് ഇവിടെ വരും. അപ്പൊ അവിടെ ആ ഒരു 4-7 എന്ത് പറയുന്നു? യഥാ യഥാ ഹി ധർമ്മസ്യ. ആരെങ്കിലും പറയൂ ആ ശ്ലോകം? ആർക്കെങ്കിലും പറയാൻ കഴിയുന്നവരാണ്? എല്ലാവർക്കും പറയാൻ കഴിയും. അപ്പൊ അവിടെ ശ്രീല പ്രഭുപാദർ തന്നേക്കുന്നു, എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോഴാണോ അധർമ്മം തടിച്ചു വളരുന്നത്, അപ്പോഴെല്ലാം ഞാനിവിടെ അവതരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭഗവാനുണ്ട്, ഭഗവാന്റെ അംശങ്ങളുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്തിനാണ് അദ്ദേഹം ഇവിടെ വരുന്നത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം വരാനുള്ള ഉദ്ദേശവും പറയുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നീട് പറയുന്നുണ്ട് എന്തിനാണ് അദ്ദേഹം വരുന്നത്, അത് ആ ശ്ലോകവും നിങ്ങൾക്കറിയാം. പറഞ്ഞോളൂ. 4.8 പറഞ്ഞാട്ട് ആരെങ്കിലും? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാപ്തായ സംഭവാമി യുഗേ യുഗേ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ ധർമ്മ സംസ്ഥാപനാർത്ഥായ എല്ലാവർക്കും അറിയാവുന്ന 2 ശ്ലോകങ്ങളായിരിക്കും. ഈ ഭഗവത്ഗീത എന്ന് കേൾക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെങ്കിൽ TV വഴി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? അപ്പം ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഞാൻ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഭഗവാൻ യുഗം തോറും ഇവിടെ അവതരിച്ചു കൊണ്ടേ ഇരിക്കുന്നു. ഒരു യുഗത്തിൽ ഒരു പ്രാവശ്യം ഭഗവാൻ എന്തായാലും ഇവിടെ വരുമെന്ന് പറഞ്ഞു തന്നിരിക്കുകയാണ്. പിന്നെയും ഭഗവാൻ വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു എന്റെ കർത്തവ്യം നിർവഹിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ വെറുതെ ഇങ്ങോട്ട് അനാഥരായിട്ട് നിങ്ങളെ വിടുകയല്ല. അനാഥാലയത്തിൽ കൊണ്ട് കുട്ടികളെ ആക്കുന്നത് പോലെ അല്ല നിങ്ങളെ ഞാൻ വിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹം വന്നു, നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു ഒഴിഞ്ഞു നോട്ടം ഉണ്ടായി, നിങ്ങൾക്ക് അവിടെ സുഖമുണ്ടെന്ന് നിങ്ങൾ കരുതി, ആ സുഖം നിങ്ങൾ അനുഭവിച്ചോട്ടെ. ചില അച്ഛന്മാരൊക്കെ കുട്ടികൾക്ക് നല്ല എന്ത് കൊടുക്കും, സ്വാതന്ത്ര്യം കൊടുക്കുന്നത് പോലെ, അവൻ പോയി കളിച്ചിട്ട് വരട്ടെ, അവൻ പോയി ക്രിക്കറ്റ് കളിച്ചോട്ടെ എന്നും പറഞ്ഞ് വിടുന്നത് പോലെ ഇവിടെയും എന്ത് ചെയ്തു? അദ്ദേഹം എന്താണ്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങളെ ഞാൻ വിട്ടു. ഇനിയും അങ്ങനെ അവിടെ വന്നിട്ട് നിങ്ങളെ അങ്ങ് വിട്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കത്തില്ല.
ഞാനും എന്റെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞു. ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും. അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് ഞാൻ കാരണമായി തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. ഏത് ശ്ലോകമാണത്? 3:28. നകുര്യാം കർമ്മ ചേതസ അഹം സംഗരസ്യ കർത്താസ്യാം ഉപാഹന്യാം ഇമാ പ്രജ. അങ്ങനെ അതിന് ഞാൻ ഒരിക്കലും കാരണമായി തീരുകയില്ല എന്നുള്ളതാണ്. നിങ്ങളെ നോക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും കൊണ്ട് ആവശ്യമില്ലാതെ നിങ്ങളെ അങ്ങ് അഴിച്ചുവിടുകയില്ല എന്നുള്ള ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ കാര്യം ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യണം. അപ്പൊ ഞാൻ ചുമ്മാതിരുന്നുകൊണ്ട് ചെയ്യാൻ പറഞ്ഞ ചില കുട്ടികൾ ചോദിക്കും, അച്ഛനാണ്ട് ചുമ്മാതിരുന്നുകൊണ്ട് എന്നെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നു, അച്ഛനാണ്ട് കസേരയിൽ കയറുന്ന പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടണം. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകത്തില്ല. എന്താണ്? ഞാൻ എന്റെ കർത്തവ്യം എപ്പോഴും നിർവഹിച്ചുകൊണ്ടേ ഇരിക്കും. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത്, ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്ത് തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. അത് ഏത് ശ്ലോകമാണെന്നാ പറയാമോ? 3:21. ആചരതി ശ്രേഷ്ഠ തത്തേവ തരോജന സായത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തതേ. ഹരികൃഷ്ണ. സയത് പ്രമാണം കുരുതേ. ഞാൻ എന്ത് ചെയ്യുന്നു അത് നോക്കിയിരിക്കുകയാണ്. ഇതിപ്പോ ശരിയാണ്. നമ്മള് ഒന്നുകിൽ കുട്ടികളൊക്കെയും ചെയ്യുന്നത് എന്താണ്, അവരുടെ വീട്ടിലെ അച്ഛനും അമ്മയും അനുകരിക്കാൻ ഒരു സ്റ്റേജ് വരെ, അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല, അച്ഛനും അമ്മയും പിന്നെ വേണ്ട. പക്ഷെ ആ ഒരു സ്റ്റേജ് വരെ അച്ഛനെയും അമ്മയും അനുകരിക്കാനുള്ള ഒരു ശ്രമം അവർക്കുണ്ടാകും. അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു അതിനെ ലോകസ്ഥതനുവർത്തതേ, ആ ലോകം അതിനെ അനുകരിക്കുന്നു. സാധാരണ ജനങ്ങൾ ഞാൻ ഒരു ശ്രേഷ്ഠനായ വ്യക്തിയെ, ഒരു വ്യക്തി, അപ്പൊ ഒരു പ്രധാനപ്പെട്ട വ്യക്തി, അതിന് ഭഗവാൻ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഓരോ ഭഗവത്ഗീത നമ്മൾ വായിക്കുമ്പോൾ അറിയാം. അപ്പൊ അങ്ങനെ മാതൃകാപരമായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഇത്രയും ഒരു എക്സാമ്പിള് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നു. ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ പ്രസ്താവനകളെല്ലാം എന്താണ്? സംഘർഷണൻ, വാസുദേവൻ, പ്രത്യുജ്ഞൻ, അനിരുദ്ധൻ, നാരായണൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ വിഭിന്ന വിസ്തരണങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഭഗവാന്റെ അതീന്ദ്രിയ വിസ്തരണങ്ങളാകുന്നു ഇവയെല്ലാം, അതീന്ദ്രിയ വിസ്തരണങ്ങളാകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ് വരുന്നത്? ഇത്രയും വിസ്തരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത വിസ്തരണം ഏതാണ്? അപ്പൊ ഇത്രയും വിസ്തരണങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവാൻ എന്താണ് സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കുന്നതും സംഘർഷണിൽ നിന്ന് കാരണോദകശായി വിഷ്ണുവും അതുപോലെ ഗർഭോദകശായി വിഷ്ണുവും ക്ഷീരോദകശായി വിഷ്ണുവും ഉണ്ടാകുന്നത്. അതിനിടയ്ക്ക് തന്നെ ഈ സൃഷ്ടിക്ക് കണ്ണായി നിൽക്കുന്നതിന് സദാശിവനും ഉണ്ടാകുന്നു അല്ലെ. അപ്പൊ അത്രയും വിസ്തരണങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ സൃഷ്ടിയെ നിർവഹിക്കുന്നതിന് വേണ്ടി ഉണ്ടാകും. അപ്പം ഭഗവാനെ പിന്നെ ഭഗവാൻ വ്യത്യസ്ത രീതിയിലുള്ള ഭക്തരുമായി വ്യത്യസ്ത രീതിയിലുള്ള ഒരു അതീന്ദ്രിയ രസ കൈമാറ്റങ്ങൾ നടത്തുന്നുണ്ട്. രസം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത രീതിയിലുള്ള രസങ്ങളാണ് വ്യത്യസ്ത ഭക്തരുമായി നടത്തുന്നത് എന്ന് പറഞ്ഞു. രസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവം. രസം എന്ന് വെച്ചാൽ ഏത് രീതിയിലാണ് നമ്മൾ അപ്പൊ ആ ഭാവത്തെയാണ് പറയാ. വേറെ ഒരു രസവും ഉണ്ട്. എന്താണ്? ഭക്തൻ ഭഗവാനെ, അതും ഭാവം തന്നെയാണ്. ഭക്തൻ ഭഗവാനെ സേവിക്കുന്ന ആ രീതി അത് തന്നെയാണ് രസമെന്ന് പറയുന്നത്. ഏത് ഭാവത്തിൽ, ഏത് രൂപത്തിൽ, ഏതിൽ സേവിക്കുന്നു എന്നുള്ളത്. രസവും രാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രാസം നമ്മൾ രാസലീല എന്നൊക്കെ പഠിച്ചു അല്ലെ, കേട്ടിട്ടുണ്ട്. രസവും രാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രസം എന്ന് പറഞ്ഞാൽ പ്രഭു പറഞ്ഞതുപോലെ ഏത് ഭാവത്തിൽ ഭക്തൻ ഭഗവാനെ സേവിക്കുന്ന ഭാവം എന്ന് പറഞ്ഞു. രാസം എന്ന് പറയുമ്പോഴേ ഭക്തന്റെ സേവ ഭഗവാൻ ആഗ്രഹിക്കുന്ന ഭാവം, ഭക്തന്റെ സേവ എനിക്ക് വേണമെന്നുള്ള ആഗ്രഹം ഭഗവാനിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ രാസലീല എന്ന് പറയുന്നത്. അവിടെ രാസലീല എന്ന് പറയാനും കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ആ ഭക്തരുടെ സേവനം ഭഗവാൻ ഇച്ഛിച്ചു, ഭഗവാൻ ആഗ്രഹിച്ചു, ഭഗവാന് വേണമെന്ന് തോന്നി, അത് ഭഗവാൻ കൊടുക്കണമെന്നും തോന്നി. കാരണം ഈ കോടിക്കണക്കിന് ഗോപികമാര് എന്ന് വെച്ചാൽ വിവിധ രീതിയിലുള്ള ഗോപികമാര് എന്ന് വെച്ചാൽ അവര്
വന്നിട്ട് ഭഗവാനെ സേവ ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള പല സമയങ്ങളിൽ പല യുഗങ്ങളിലായി അവർക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത വാക്ക് അപ്പൊ അങ്ങനെ അവര് അദ്ദേഹത്തെ സേവിക്കുന്ന ആ സേവ ഭഗവാൻ ആഗ്രഹിച്ചു അവിടെ എന്നുള്ളതാണ്. ആദ്യമേ ഒക്കെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാറി നിന്നു എങ്കിലും അദ്ദേഹം ഭഗവാൻ അവർക്ക് കൊടുക്കേണ്ട രസഭാവങ്ങൾ അവർക്ക് കൊടുക്കുകയും അവരിൽ നിന്ന് ആ രസഭാവത്തെ സ്വീകരിക്കുകയും ചെയ്യുവാണ്. അപ്പൊ അങ്ങനെ ആ രസഭാവത്തെ സ്വീകരിക്കുന്ന ഭാവത്തെയാണ് രാസമെന്ന് പറയുന്നത്. ഭക്തന്റെ സേവ ഭഗവാൻ ഇച്ഛിക്കുന്നു എന്നുള്ള ഭാവം. അപ്പൊ ഭഗവാനെ ഏത് രീതിയിലും സംപ്രീതനാക്കാൻ ഭക്തൻ ഇഷ്ടപ്പെടുമ്പോഴാണ് രസവും രാസവും എന്ന് പറയുന്നത്. അപ്പം ഭഗവാൻ കൃഷ്ണനോടുള്ള ഭക്തി നമുക്ക് വർദ്ധിക്കുമ്പോൾ, കൃഷ്ണനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറും? അത് ഹരേ കൃഷ്ണ മാതാജീസ് ഒന്ന് പറയൂ. നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കൃഷ്ണനോടുള്ള സ്നേഹം ഒന്ന് വർദ്ധിക്കുന്ന അവസരത്തിൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? ഇന്ന് രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പൊ നാമം ചെയ്ത ഉടനെ വിളക്ക് കൊളുത്തും ഭഗവാന് വേണ്ടതെല്ലാം നമ്മൾ നേദിക്കും അല്ലേ? അത് മാറുന്നു, ഭക്തിയുത സേവനമായിട്ട് മാറും. ഭക്തി വർദ്ധിക്കുമ്പോൾ അത് ഭക്തിയുത സേവനമായിട്ട് വരുന്നു. അപ്പം നമ്മളെ ഡിവോഷണൽ സർവീസ് അതീന്ദ്രിയമായ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്യുവർ ഗുഡ്നെസ് ആയിട്ട് എന്ന് വെച്ചാൽ ശുദ്ധ ഭക്തിയോടുകൂടി നമ്മൾ ചെയ്യുന്ന അവസരത്തിൽ കൃഷ്ണനോടുള്ള സ്നേഹത്തിന്റെ ഒരു പൊരിയായി നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. നമ്മള് ആ അതീന്ദ്രിയമായ സ്നേഹം, അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് എത്രയോ പേര് 4 മണിക്ക് കിടന്നുറങ്ങുന്നു. ഇപ്പൊ ഇതുവരെ എഴുന്നേറ്റില്ലാത്തവർ എത്ര പേരുണ്ട്? ആരെങ്കിലും എഴുന്നേക്കാൻ തയ്യാറാവുന്നു? എത്ര പേര് അതിന് മുന്നോട്ട് വരുന്നു? വളരെ വളരെ കുറച്ച് പേര് അല്ലേ? അപ്പൊ അങ്ങനെ കൃഷ്ണനോടുള്ള ആ അതീന്ദ്രിയ പ്ലാറ്റ്ഫോം അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരു സഹായം നമുക്ക് വേണം അല്ലെ? നമുക്കതിന് കാരണമായിട്ട് ആരെങ്കിലും ഭവിക്കണം. അങ്ങനെ ആ ഭഗവാനോടുള്ള അതീന്ദ്രിയമായ സ്നേഹം അതിന്റെ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴാണ് നമ്മളെ നമ്മൾ ചെയ്യുന്ന കാര്യം. ഇപ്പം നമ്മൾ അത്ര ശുദ്ധഭക്തിയോടൊന്നും അല്ല ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾക്ക് നമ്മുടെ മനസ്സിന്റെ ആ കൃഷ്ണനോടുള്ള അടുപ്പം അനുസരിച്ച് ആ ശുദ്ധഭക്തിയോടാണ് ചെയ്യുമ്പോൾ നമ്മള് അതിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു പൊരിയായി അവിടെയാണ് ശുദ്ധഭക്തി ഉടലെടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഹൃദയം അങ്ങ് സോഫ്റ്റ് ആയിട്ട് മാറും. അപ്പൊ രസങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ രസങ്ങൾ ആ ഭാവം അതിന് സഹായിക്കും. അപ്പൊ നമ്മൾ ഭഗവാനോടുള്ള ഭക്തി പ്രകടമാക്കുന്നതിന് അത് സഹായകമായിട്ട് തീരും. ഭക്തി എന്ന് പറയുന്നത് നമുക്ക് മാറ്റാനാകാത്ത എന്ന് വെച്ചാൽ ഭക്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഭഗവാനോടുള്ള ആ തോന്നല് അകാരണമായി ഭഗവാനോടുള്ള ഒരു ഭാവം അത് എന്താണ്? ഭഗവാനോടുള്ള ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒരു പൊസസീവ്നെസ്, ഭഗവാനോടുള്ള പ്രേമം, ഭഗവാനോടുള്ള സ്നേഹം. എന്റെ ഭഗവാൻ അല്ലെ, എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്റെ ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പം നമ്മളങ്ങനെ രക്ഷിക്കണേ എന്ന് പറയേണ്ട കാര്യമില്ല. ഭഗവാൻ രക്ഷിക്കാൻ ഇവിടെ പറഞ്ഞതുപോലെ ബാധ്യസ്ഥനായിട്ട് നിൽക്കുകയാണ് ഭഗവാനെ അല്ലെ? അപ്പൊ ആ ഭഗവാനെ എന്റെ ഭഗവാനെ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ആ പൊസസീവ്നെസ് നമ്മുടെ മാത്രം ഭഗവാൻ അല്ലെന്ന് നമുക്കറിയാം, എല്ലാവരുടെയും ഭഗവാനാണെന്ന്. എന്റെ ഗുരുവായൂരപ്പ, എന്റെ ഭഗവാനെ, ഇതൊക്കെ പറയും നമുക്ക് നമ്മുടേതെന്നുള്ള ആ ഒരു ഭാവം. അങ്ങനെ ആ ഭാവത്തിന് 2 സിംറ്റംസ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടും അത് വരും. നമ്മുടെ ശാരീരിക ഭാവത്തിൽ നമുക്കത് തോന്നും, അതുപോലെ മാനസികമായിട്ടും തോന്നും, നമ്മുടെ അടുപ്പത്തിൽ നിന്നും തോന്നും അല്ലെ ഭഗവാനോടുള്ളത്. കാരണം എന്താ? ഭഗവാന്റെ 3 ശക്തികൾ ഏതൊക്കെയാ? അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, നമ്മൾ വന്നിരിക്കുന്നത് ഏത് ശക്തിയിൽ നിന്നാണ്? നമ്മൾ ഏത് ശക്തിയുടെ പദാർത്ഥമാണ്? നമ്മൾ ഓരോരുത്തരും തടസ്ഥ ശക്തിയിൽ തന്നെ. അപ്പം അങ്ങനെ ആ വാചനൽ ഭാവം നമ്മുടെ മനസ്സിലുണ്ട്. തടസ്ഥ ശക്തിയിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ ഭാവം നമ്മളിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ ഹൃദയത്തെ സോഫ്റ്റാക്കി കൃഷ്ണനോടുള്ള സ്നേഹത്തിന്റെ ആ പൊസസീവ്നെസ് നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഭക്തി മാറ്റാനാകാത്തുള്ള ഭഗവാനുള്ള പ്രേമഭാവമായി വളരുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഭക്തി വളരുമ്പോൾ നമ്മൾ ഭഗവാനെ
അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ഭഗവാനെ കുറിച്ച് ആര് കുറ്റം പറഞ്ഞാലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഭാവം അവിടെ വരും. ഭഗവാനെ കുറിച്ച് അങ്ങനെയും ഇങ്ങനെയും ഒക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സൊട്ടും തന്നെ അവിടെ നമ്മളെ സഹിക്കാൻ പറ്റാത്ത ഒരു ഭാവത്തിൽ നമ്മളെ എത്തിച്ചേരും. അങ്ങനെ ഭയമായിട്ടുള്ള ഒരു ഭക്തി നമ്മളിൽ വളർന്നു വരണം. അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു കൃഷ്ണനോടുള്ള അടുപ്പം കൂടി കൂടി നമ്മളെ എവിടെ എത്തുന്നത്, പ്യുവർ ഭക്തി അത് നമ്മളെ എത്തിച്ചേരുന്നത്. നമ്മളതൊക്കെ പറഞ്ഞതാണ്. എത്രയെല്ലാം ഭാവങ്ങൾ വേണം, ഏതൊക്കെയാണ് 9 ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അതൊക്കെ? എങ്ങനെയാണ് ഭക്തി വളരുന്നത് എന്നുള്ളത്? 9 ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞത്, 9 രീതിയിൽ നമ്മൾ ഭഗവാനെ 5 എണ്ണം അറിയാം. ശ്രദ്ധ, എന്തോ സാധുസംഗം, അല്ല, ശ്രദ്ധ, പറഞ്ഞിട്ട് സാധുസംഗം, സങ്കീർത്തനം, അനർത്ഥ നിർവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, നിഷ്ഠ, ഭാവം, രുചി, ഭാവം, പ്രേമം അല്ലെ? ഭാവം, പ്രേമം. ഇത് എപ്പോഴും ഞാൻ പറഞ്ഞത് ആ 9 ഭാവവും വേറൊരു 14 ഭാവവും ഞാൻ പറഞ്ഞു തന്നിരുന്നു. അത് രണ്ടും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ആ ഒരു ഭാവത്തിൽ കൂടി നമുക്ക് ഭഗവാനിലേക്ക് എങ്ങനെയാണ് പടിപടിയായി പോകുന്നത്. നമ്മൾ എത്തുകയല്ല, നമ്മൾ എത്തുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾക്ക് എവിടെ എത്താൻ കഴിയുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അത് നമ്മൾ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഓരോന്ന് വളരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങ് ആ രീതിയിലേക്ക് വരുന്നവരും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. നമുക്കറിയാൻ പറ്റില്ല ആരൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതെ, നമ്മൾ എപ്പോഴും പറയും ഭഗവാൻ എന്ന് പറയുമ്പോഴേ, ഭഗവാന്റെ മുഖം ഓർക്കുമ്പോഴേ, ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഒക്കെ നമ്മുടെ മനസ്സെന്താണ്, ആ ഭഗവാനിൽ അല്പനേരമെങ്കിലും പിടിച്ചു നിർത്തും നമ്മളെ, അല്ലെ? അങ്ങനെയുള്ള ഒരു ഭാവമാണ് ആബർഹാബിയുടെ നടവരവു കർണയോ കർണികാരം, അല്ലെ? അതെല്ലാം നമ്മൾ ഓർക്കുന്ന അവസരത്തിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കും എന്നുള്ളതാണ്. ശ്രീകൃഷ്ണ രൂപത്തിൽ ഭഗവാൻ വ്യത്യസ്ത പദവിയുള്ള ഭക്തരുമായി വിവിധ മണ്ഡലങ്ങളിലൂടെ അതീനിര രസ കൈമാറ്റങ്ങളിൽ, എന്നിട്ടും ശ്രീകൃഷ്ണ രൂപത്തിൽ ഭഗവാൻ എന്താണ്, ബ്രഹ്മാവിന്റെ ഒരു ദിനത്തിലെ 24 മണിക്കൂറിൽ ഒരിക്കൽ മാത്രം ഓരോ പ്രപഞ്ചത്തിലും അവതരിക്കും. നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളിപ്പോ ഭാഗ്യവാന്മാരാണ്. കാരണം ഇപ്പൊ ഭഗവാൻ വന്നിട്ട് പോയി, അല്ലേ? ഭഗവാൻ വന്നു, ഇവിടെ വന്നു. ഭഗവാൻ വന്നതിന് ശേഷം നമ്മൾക്ക് ഭഗവാൻ ഇവിടെ ഉണ്ടായിരുന്ന അധർമ്മമെല്ലാം മാറ്റി ധർമ്മത്തെ സ്ഥാപിച്ചിട്ടൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടും അന്നുള്ള ആൾക്കാർക്കൊന്നും ഭഗവാനോട് ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടും ഭഗവാനെ അങ്ങ് അനുസരിച്ചെന്ന ഭക്തനായേക്കാമെന്നൊന്നും വിചാരിച്ചില്ല. അതുകൊണ്ട് കുറെ കഴിഞ്ഞപ്പോ ഇവരെന്താണ് ഇങ്ങനെ എന്നുള്ളത് കരുതി ഭഗവാൻ, എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്, അതിന്റെ ഒരു നിസ്സാര ഇതായിട്ട് പറയുകയാണ്. ഭഗവാൻ ആരെ പറഞ്ഞു വിട്ടു? മഹാപ്രഭുവിനെ പറഞ്ഞു വിട്ട് നമുക്ക് നാമം തന്നു. നാമജപത്തിൽ കൂടി നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വന്നു. അപ്പൊ ഭഗവാൻ തന്നെ വന്നിട്ടും ഭഗവാൻ പിന്നീട് ഒരു ഭക്തനെ വിടുന്നു. അപ്പൊ നമ്മളെ രക്ഷിക്കാനായിട്ട്, നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് എത്ര ആവേശം ഭഗവാനുണ്ട്. ഒരച്ഛന് മകനോടുള്ള അല്ലെങ്കിൽ മകളോടുള്ള ആ സ്നേഹം ആ ഭഗവാൻ അവിടെ പ്രകടമാക്കുന്നു. നമ്മളെ വൃന്ദാവനം, മധുര, ദ്വാരക, ഈ 3 ഭാവങ്ങളെ, 3 പ്രദേശങ്ങളെ കുറിച്ച് ഭഗവാന്റെ സ്ഥാനങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പം വൃന്ദാവനത്തിൽ ഏത് രസമാണെന്ന് ഞാൻ പറഞ്ഞു? ഹരേ കൃഷ്ണ. മാധുര്യ രസമാണ് വൃന്ദാവനത്തിലുള്ളത്. എപ്പോഴും മാധുര്യ രസമാണ് വൃന്ദാവനത്തിലുള്ള. പ്രേമമാണ് അവിടെ, പ്രേമഭാവമാണ്. ഓരോ ഇലയ്ക്കും, ഓരോ വള്ളിക്കും, ഓരോ പക്ഷികൾക്കും, മനുഷ്യരെ മാറ്റി വെച്ചാൽ പോലും ഗോപികമാരെയും ഗോപന്മാരെയും നമ്മൾ കൂട്ടാൻ തന്നെ ഇത് ഓരോ ലതയും അവിടെ പ്രേമത്തോടു കൂടി ഭഗവാനെ കണ്ടിരുന്നു. അവിടെ നിന്ന് വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോയപ്പോ അവിടെ എന്താ ഭാവമായി? വാത്സല്യം, സഖ്യം. അവിടെ യഥാർത്ഥത്തിൽ 3 ഭാവങ്ങൾ നമ്മൾ എടുക്കുന്നത് പ്രേമവും അതുപോലെ ഐശ്വര്യവും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അവിടെ ചെന്നപ്പോഴത്തേക്ക്, മധുരയിൽ ചെന്നപ്പോഴത്തേക്ക് വാത്സല്യം നമുക്ക് ഇവിടെ ഉണ്ട്. എവിടെയുണ്ട്? വൃന്ദാവനത്തിൽ വാത്സല്യമേ ഉള്ളൂ. ആ പ്രേമത്തിൽ വാത്സല്യം മാത്രമേ ഉള്ളൂ. പ്രഭു പറഞ്ഞ മാധുര്യത്തോടുകൂടി വാത്സല്യം മാത്രമേ ഉള്ളൂ അവിടെ. അത് കഴിഞ്ഞ് മധുരയിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ പ്രേമവും ഉണ്ട്. പ്രേമമാണ് കൂടി നിന്നത്, അല്ലേ? പിന്നെ അതോടൊപ്പം തന്നെ വാത്സല്യം കൂടി നിൽക്കുമ്പോൾ പ്രേമമുണ്ട്. അതോടുകൂടി എന്തുകൂടി വന്നു? ഐശ്വര്യഭാവം കൂടി വന്നു. അതാണ്, ഐശ്വര്യഭാവം കൂടി വന്നു ചേർന്നു. അത് കഴിഞ്ഞ് പിന്നെ ഭഗവാൻ ദ്വാരകയിലേക്ക് പോയപ്പോ അവിടെ ഏത് ഭാവം എടുത്തു? നമ്മളെല്ലാവരും ദ്വാരകയിൽ പോകുന്ന ഉദ്ദേശം എന്താണ്? ഭഗവാന്റെ ഐശ്വര്യഭാവം കണ്ടിട്ട് വരാൻ. ഭഗവാന്റെ പൂർണ്ണമായ ഐശ്വര്യം വിതറിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ദ്വാരകയിൽ എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരിതാണ്.
ആ ഐശ്വര്യഭാവത്തെ നമ്മള് കണ്ണടച്ച് ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ ഭാവത്തെ നമ്മൾ ഇങ്ങനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ദ്വാരക. അപ്പൊ പ്രേമം മാത്രമേ നമുക്ക് പ്രേമം അല്ലെങ്കിൽ മാധുര്യം മാത്രമേ നമുക്ക് വൃന്ദാവനത്തിൽ എവിടെ ചെന്നാലും മണ്ണിൽ പോലും കണ്ടെത്താവൂ എന്നുള്ളതാണ്. നമ്മൾ പോകുമ്പോഴേ നമ്മൾ പോയി വൃന്ദാവനം കണ്ടു എന്നും പറഞ്ഞ് നമ്മൾ വലിയ അഹങ്കാരത്തോടുകൂടി തിരിച്ചു വരും. പക്ഷേ അവിടുത്തെ ആ ഭഗവാന്റെ ആ പ്രേമഭാവം, മാധുര്യഭാവം നമ്മൾ ശ്രദ്ധിച്ചോ എന്നുള്ളത് നമ്മൾ അവിടെ കാണുമ്പോൾ കല്ലും കൊണ്ട് മാത്രമേ നമ്മളിപ്പോ കാണുന്നുള്ളൂ, ഒന്നുമില്ല എന്നുള്ള ഒരു ഭാവം നമ്മളിൽ വരാതെ ഭഗവാന്റെ ആ പ്രേമഭാവത്തെ നമ്മൾ അവിടെ ദർശിക്കണം. അതുപോലെ മധുരയിൽ പോകുമ്പോഴും അവിടെ കാണിച്ചിട്ടുള്ള ആ പ്രേമ ഐശ്വര്യ ഭാവങ്ങളെ നമ്മൾ ഓർക്കണം. അതുപോലെ ദ്വാരകയിലെത്തുമ്പോൾ ആ ഐശ്വര്യ ഭാവത്തെ നമ്മൾ കൈകൂപ്പി വണങ്ങിക്കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ പോരുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ട് ഉള്ളത്. അത്രമാത്രം അടുപ്പം നമ്മൾ അവിടെ ഭഗവാനോട് കാണിക്കണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഭഗവാന്റെ ആത്മാവും നമ്മുടെ അതുപോലെ ഭഗവാന്റെ അതീന്ദ്രിയ ശരീരവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണാംശങ്ങളെ എല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്, യോഗമായ യോജിപ്പിച്ചാണ് വിടുന്നത്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ അറിയാം. നമ്മളെ അക്രൂരൻ ഭഗവാനെയും കൊണ്ടുപോകുന്ന അവസരത്തില് ആ ഘട്ടിലെത്തുന്ന അവസരത്തിൽ ആണ്ടഘട്ടത്തിലെത്തുന്ന അവസരത്തില് അവിടെ അക്രൂരൻ സന്ധ്യാവന്ദനത്തിന് ഇറങ്ങുന്ന സമയത്ത് അവിടെ എവിടെ ദർശിക്കുന്നൊക്കെ ആ കഥയും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന അവസരത്തിൽ ഭഗവാൻ എവിടെ പോവുകയാണ്, വൃന്ദാവനം കഴിഞ്ഞ് പോകുന്ന അവസരത്തിൽ ഭഗവാന്റെ ഈ 3 ഭാവങ്ങളെ അല്ലാതെ ഭഗവാൻ തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. ഭഗവാൻ വൃന്ദാവനം വിട്ട് ഒരു ചുവടുപോലും വെളിയിലേക്ക് ഭഗവാൻ വരില്ല, കൃഷ്ണൻ വരില്ല. പിന്നെ ആ ഭാവങ്ങൾ പോയത് വാസുദേവ ഭാവത്തിലാണ് അവിടുന്ന് തിരിച്ചു പോകുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ യോഗമായാണ് ഇതിനെല്ലാം ചേർത്ത് വിടുന്നത് എന്ന് പറഞ്ഞു. വൃന്ദാവനത്തിലെ ശ്രീകൃഷ്ണ ഭഗവാൻ മധുരയിലെ അല്ലെങ്കിൽ ദ്വാരകയിലെ കൃഷ്ണ ഭഗവാനിൽ നിന്നും തികച്ചും വിഭിന്നനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് ശ്രീലപ്രഭുപാദൻ നമുക്ക്. അദ്ദേഹത്തിന്റെ അചിന്യമായ ശക്തി ഹേതുവായി ശ്രീകൃഷ്ണ ഭഗവാന്റെ വിരാട് രൂപവും അദ്ദേഹത്തിൽ നിന്നും ഭിന്നമാണ്. അദ്ദേഹം കാണിക്കുന്ന ആ വിരാട് രൂപം എന്ന് പറയുന്നതിനെ സത്യമായിട്ട് എല്ലാവരും ആ വിരാട് രൂപത്തെയാണ് ആരാധിക്കാൻ ചിലരൊക്കെ ശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഭാവത്തിൽ നിന്ന് നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരുന്നു. ഭഗവാനാണ് എല്ലാം, പിന്നല്ലാതെ ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ള തീപ്പൊരികൾ, ഒരു തീപ്പൊരി ആ അഗ്നി തന്നെ ആയിരുന്നില്ലേ എന്ന് പറഞ്ഞതിലൂടെ നമ്മളും ഭഗവാനും ഒന്ന് തന്നെയാണ് എന്ന് വേണമെങ്കിൽ ആ അർത്ഥത്തിൽ ഈ പറയുന്നവര് ഏതർത്ഥത്തിൽ പറയുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പം വേടന്റെ അസ്ത്രമേറ്റ് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രതീകാത്മകമായി വധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ഭൗതിക ലോകത്ത് ഭൗതിക ശരീരം എന്ന് വിശേഷിക്കപ്പെടുന്നതിനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ മനസ്സിലാകാത്ത ഒരു കാര്യം. സാധാരണക്കാര് ഭഗവാൻ മരിച്ചു, ഭഗവാൻ പോയി, ഭഗവാൻ എടുത്തു എന്നൊക്കെ പറയുമ്പോഴേ എന്താണ് അവിടെ ഇല്ലാതായത്? എങ്ങനെയാണ് അവിടെ ഭഗവാൻ പോയത്? ഭഗവാനെ വധിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ അത്രയും മാത്രം ശക്തിമാനായ ഭഗവാനെ എന്താണ് ഭൗതിക ശരീരം ഉപേക്ഷിച്ചു എന്ന് മാത്രമേ നമ്മൾ പറയാവൂ എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അല്ലാതെ മറ്റു രീതിയിൽ മറ്റു അഭക്തര് പറയുന്നത് പോലെ നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. ഭഗവാനെ സംബന്ധിച്ച് ആത്മാവും ഭൗതിക ശരീരം തമ്മിൽ വ്യത്യാസമില്ല. എന്നിരുന്നാൽ പോലും ആ ഭൗതിക ശരീരത്തെ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ളത് ഒരു സാധാരണ ജീവാത്മാവിനെ പോലെ അല്ല എന്ന് കരുതണം. സർവവിധ പ്രവൃത്തികളും അദ്ദേഹത്തിന്റെ അചിന്യ ശക്തിയാൽ ഏകകാലത്ത് ഭിന്നവും അഭിന്നവുമാകുന്നു എന്നുള്ള ഒരു എക്സാമ്പിൾ തന്നതാരാണ്? ഭിന്നവും എന്താണ് ഒരു തത്വം നമുക്ക് തന്നതാരാണ്? ഭിന്നവും അഭിന്നവുമാകുന്നു ചൈതന്യ മഹാപ്രഭു അല്ലേ? ആ ഭിന്നവും അഭിന്നവുമാണ് എന്ന് പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ ഭഗവാന്റെ അന്തർധാന സാധ്യതയെ കുറിച്ച് മഹാരാജാവ് യുധിഷ്ഠിരൻ അനുഭവിക്കുന്നു. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിന് ഇതൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഒരാചാനുസാരം മാത്രം വിചാരിച്ചുകൊണ്ട് നേരത്തെ നാരദ മുനി പറഞ്ഞിട്ടുണ്ട് ഇത് അദ്ദേഹം ചിലപ്പോ പോകാനുള്ള അദ്ദേഹം വന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം നിർവഹിച്ചു, പോകാനുള്ള സമയം കാരണം എന്തുകൊണ്ട്? ഭഗവാൻ എങ്ങും പോകുന്നില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഭഗവാൻ. അത് തന്നെയല്ല, ഭഗവാന്റെ ഭൗതിക ശരീരം മാത്രമേ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ പോയിട്ടുള്ളൂ. ഭഗവാന്റെ ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നതിനെ ഭഗവാന്റെ അന്ത്യമായി തെറ്റായി ധരിക്കരുത് എന്നാണ് പറഞ്ഞു തരുന്നത്. അത് മൂഢന്മാർക്കത് മനസ്സിലാകുകയില്ല എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ ആ ശ്ലോകമൊക്കെ എടുത്ത ഒരുപാട് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉപേക്ഷിക്കുന്നത് അങ്ങനെ അതിനെ അപരാധികൾ എന്നാണ്. ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കണം, ഭഗവാന്റെ ശക്തി എന്താണെന്നറിയണം,
ഭഗവാന്റെ വിസ്തരണങ്ങൾ എന്താണെന്ന് അറിയണം. ഭഗവാൻ എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയത്. 125 വർഷം ഇവിടെ താമസിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചു പോയി. അപ്പൊ അതുപോലെ ഇവിടെ അങ്ങനെയാണെങ്കിൽ മറ്റ് ഭാഗങ്ങളിലും അതുപോലെ ബ്രഹ്മാണ്ടങ്ങളിലും ഇതുപോലെ ഭഗവാൻ വരികയും പൂർണ്ണാധികാരമുള്ള വിസ്തരണങ്ങളോടുകൂടി വരികയും അതുപോലെ ആ രൂപത്തെ, ഭൗതിക രൂപത്തെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോവുകയും ചെയ്യും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് മാത്രമല്ല ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകുന്നത്, എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും ഇതുപോലെ ഭഗവാന്റെ കാരുണ്യം പ്രദർശിപ്പിക്കാറും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തിൽ നിന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിച്ചിട്ട് എല്ലാ കാര്യം ഒരുവിധം ഓടിച്ച് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഭഗവാൻ ഭൗതിക ശരീരം ഉപേക്ഷിച്ചെന്ന് പറയുന്നത് സ്വല്പം സങ്കടം ഉണ്ടാക്കുന്നു. കാരണം ആത്മീയ ശരീരമായിരുന്നു ഭഗവാന്റെ, അത് അപ്രത്യക്ഷമാകുകയല്ലേ ചെയ്ത് വേടന്റെ. ഭഗവാൻ വിചാരിച്ചാൽ ആത്മീയ ശരീരത്തെ ഭഗവാൻ തന്നെ ഭൗതിക ശരീരം ആക്കാൻ പറ്റുമല്ലോ പ്രഭു. നമ്മളെ കാണിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മളെ മനുഷ്യരെ, മൂഢന്മാരായ ആൾക്കാരെ കാണിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു അതീന്ദ്രിയ ശരീരത്തെ അദ്ദേഹം ഒരിക്കലും ത്യജിക്കില്ലല്ലോ പ്രഭു. അങ്ങനെയല്ലേ? അവിടെ ഭൗതിക ശരീരം കണ്ടില്ലല്ലോ ആരും കണ്ടില്ല. പക്ഷേ കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പക്ഷെ അതൊരു കോൺട്രവേഴ്സി ആയിട്ടുണ്ട്. ആ ഭൗതിക ശരീരത്തെ ഒരു ഭാഗം എവിടേക്ക് പോയി? സൂര്യനാരായണനായി നാരായണനിലേക്ക് പോയി എന്നും, ശരീരത്തെ അദ്ദേഹത്തിന്റെ മായയിൽ എന്തും സാധിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഒരു ഭാഗം സൂര്യനാരായണനിലേക്ക് പോയി, ഭഗവാന്റെ നേരിട്ടുള്ള അമരീന്ദ്ര ശരീരം അങ്ങ് ലോകത്തിലേക്ക് പോയി ഈ മനുഷ്യർക്ക് കാണിക്കാനായിട്ട് കിടന്നു. അവിടെ ഒരു ശരീരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എനിക്ക് അതേക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൂടാ, അങ്ങനെയും പറയുന്നുണ്ട് അല്ലേ? ഹരേ കൃഷ്ണ. ദണ്ഡപ്രണാം. ഭഗവാന്റെ ഹൃദയം ഇപ്പോഴും ജഗന്നാഥായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. ജഗന്നാഥില് ആ നവകളേബര അത് മാറ്റുമല്ലോ, ആ സമയത്ത് അവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യും. പിന്നെ ആ സെറമണി ഭയങ്കര ഒരു ഓസ്പീഷ്യസ് സെറമണിയാണ്. ഭഗവാന്റെ ഹൃദയം അങ്ങോട്ട് മാറ്റി പുതിയ ദാരുവിധത്തിൽ വെക്കുകയാണ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഭഗവാനോട് ഉണ്ടായിരുന്നതിന്റെ. അല്ലേ? പിന്നെ ഒരു കാര്യം ജഗന്നാഥ് ഹൃദയമായിട്ട് ഭഗവാന്റെ ഹൃദയമായിട്ട് ജഗന്നാഥ് ഇന്നും അവിടെ നിൽക്കുന്ന ആ ഹൃദയത്തുടിപ്പുണ്ടെന്നാണ് പറയുന്നത്. ഭഗവാൻ കാരണം വൃന്ദാവനത്തിൽ ഭഗവാൻ തിരിച്ചു പോയ അവസരത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രഭു? ഞാനിപ്പോ പറഞ്ഞു വാസുദേവനാണ് ഇങ്ങോട്ട് പോകുന്നത്, മധുരയിലേക്ക് പോയതെന്നും വിസ്തരണങ്ങളാണ് പോയതെന്നും ഭഗവാൻ തിരിച്ചങ്ങ് വൃന്ദാവനത്തിലേക്ക് പോയി എന്നും പറഞ്ഞു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവിടെ ഗോപന്മാരും ഒക്കെ വിളിച്ചു പോവുകയാണ് ഭഗവാൻ പോയെന്നും പറഞ്ഞല്ലേ? രാധാറാണി പോലും കരയുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ അവിടെ ഭഗവാനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വൃന്ദാവനത്തിലേക്ക് പോയെന്ന് പറഞ്ഞപ്പോൾ? അപ്പൊ ഒരു സാധാരണ മനസ്സിനെ അതിനെ മനസ്സിലാക്കാനുള്ള, ഭഗവാന്റെ സ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ഇതില്ലല്ലോ. നമ്മൾ ഭഗവാന്റെ അത് ജഗന്നാഥന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെന്ന് പ്രഭു പറഞ്ഞത് വളരെ ഇതായിട്ട് ഞാനും കേട്ടിട്ടുണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അതവിടെ അക്രൂരന് ഒരു ഹിന്റ് കൊടുത്തല്ലോ, മുങ്ങാൻ നേരത്ത് ചതുർഭുജനായിട്ട് അവിടെ നിന്ന് കൊടുത്തു. അപ്പോഴേ അക്രൂരന് മനസ്സിലായി എന്തോ സംഭവിച്ചെന്ന് പറയല്ലേ? വിഷ്ണു രൂപം ഉണ്ടല്ലോ പ്രഭു, അവിടെ വിഷ്ണു രൂപം കാണിക്കുന്നുണ്ടല്ലോ. അവിടെ എല്ലാ രീതിയിലും ഒരു ശുദ്ധഭക്തന്റെ മനസ്സിൽ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ എവിടെയും ഭഗവാൻ കൊടുക്കും. ഒരു എങ്ങനെ ചിന്തിച്ചെടുത്ത് ആ ശുദ്ധഭക്തനെ ആ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്ന്. എന്നാലും നമ്മൾ മായ കൊണ്ട് പിന്നെയും മറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്നോട് പലരും ചോദിച്ചു, ഒരു ചോദ്യമാണ്, അക്രൂരൻ ഇത്രയും ഇതൊക്കെ ഉണ്ടായിട്ടും, ഇത്രയും അറിവുണ്ട്, ഇതെല്ലാം ഭഗവാനോടുള്ള എപ്പോഴും ഉണ്ട്, ഭഗവാനെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, എല്ലാം ഇതും ഉണ്ടായിട്ടും എന്തുകൊണ്ട് സ്യമന്തകമണി വന്നപ്പോഴേ ആ സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഭഗവാന്റെ ആ ഒരു എതിരായിട്ട് നിന്നില്ലേ? ആ സമയത്ത് എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ള ചോദ്യവും ഒരു ക്ലാസ്സിൽ ഇത് അമേരിക്കയിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴാണ് ചോദിച്ചത്. അവർ അത്രയ്ക്ക് മനസ്സിലാക്കിയിരിക്കുന്നു ഇതൊക്കെ ഈ കഥകളൊക്കെ എന്നുള്ളത് എനിക്ക് അതിശയകരമായിട്ട് തോന്നിച്ചു. അപ്പൊ അവര് ആ ഒരു ചോദ്യം ചോദിച്ചു. അവിടെ ഈ സാധാരണ ഒരു ശുദ്ധഭക്തനാണെങ്കിൽ പോലും ഭഗവാനെ കണ്ടവിടത്തേക്ക് ഭഗവാന്റെ നടന്ന പാദങ്ങളെ ആ മണ്ണിൽ പോലും ഓരോ ചെവിട്ടടിയിലും അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ചെയ്തത്? നമസ്കരിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ മറ്റേ പ്രശ്നം ഉണ്ടാകുന്നത്.
അപ്പൊ അവിടെ നമ്മൾ എത്രമാത്രം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ചില സമയത്ത് ശുദ്ധഭക്തനെ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അതും ഭഗവാന്റെ ഇച്ഛയായിരിക്കാം. ഭഗവാൻ എന്ത് ചെയ്തു, അവിടെയും കൺഫ്യൂഷനിലാക്കി, അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഭഗവാനെ എതിർക്കുന്നത് ഭാവത്തിൽ അവിടെ നിന്നില്ലേ എന്ന് ചോദ്യവും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പല ചോദ്യങ്ങളും പലരും ചോദിക്കുമ്പോൾ നമുക്ക് അതിന് ഉത്തരമില്ലാത്ത രീതിയിൽ ഭഗവാൻ ചിലടത്ത് നമ്മളോട് കാണിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം എടുക്കാം നമ്മളൊക്കെ. ഹരേ കൃഷ്ണ. സമയം പോയിട്ടില്ല. ശ്ലോകം 9. യസ്മാന്ന സമ്പദോ രാജ്യം ധാരാ പ്രാണാകുലം പ്രജാഃ ആസൻ സപത്ന വിജയോ ലോകാശ്ച യദനുഗ്രഹാത്. യസ്മാന്ന സമ്പദോ രാജ്യം ധാരാ പ്രാണാകുലം പ്രജാഃ ആസൻ സപത്ന വിജയോ ലോകാശ്ച യദനുഗ്രഹാത്. യസ്മാത് നഹ സമ്പദഃ രാജ്യം ധാരാഃ പ്രാണാഃ കുലം പ്രജാഃ ആസൻ സപത്ന വിജയഃ ലോകാഃ ച യത് അനുഗ്രഹാത്. ഹരേ കൃഷ്ണ. പുസ്തകം ഇല്ലാത്ത ആൾക്കാർ, ഈ പുസ്തകം ഇല്ലാത്ത ആൾക്കാർ പ്രത്യേകിച്ച് ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. യസ്മാദേ, യസ്മാദ് എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നാണോ അത്, ആരിൽ നിന്നാണ്, എവിടെ നിന്നാണ്, ആരിൽ നിന്നാണ് എന്നൊക്കെ പറയുന്ന പോലെ. നഹ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ, ഈ വാക്ക് നിങ്ങൾക്ക് ഇപ്പം ബൈഹാട്ടായി കാണും. മിക്കവാറും എല്ലായിടത്തും നഹ വരുന്നുണ്ട്. നമ്മുടെ. സമ്പദഹ, അത് മലയാളം സമ്പത്ത്. രാജ്യം, അതും പറയണ്ട. ധാര, സത്പത്നിമാർ. പ്രാണാഹ, പ്രാണൻ, പ്രാണൻ എന്നുള്ള അർത്ഥമുള്ള പ്രാണാഹ. കുലം, കുലം എന്ന് പറഞ്ഞാൽ വംശം. പ്രജാഹ, പ്രജകൾ. ആസൻ, സാധ്യമായിരിക്കുന്നത് എന്താണ്, അത് അസാധ്യമായിട്ടുള്ളത്. സപത്ന, സപത്നഹ, സപത്നഹ അവിടെ വരുമ്പോൾ പ്രതിയോഗികൾ. സപത്നഹ എതിരാളികൾ എന്നുള്ള അർത്ഥം. വിജയ, വിജയം പ്രാപ്തമാക്കുക. പിന്നെ ലോകാഹ, വിവിധ ലോകങ്ങളെ, ഉന്നത ലോകങ്ങളിലുള്ള എല്ലാ സൗകര്യങ്ങളും എന്നുള്ള അർത്ഥം. ലോകാഹ. ച എന്ന് വെച്ചാൽ ആ വാക്കും നിങ്ങൾക്ക് ഇപ്പം ബൈഹാട്ടായി കാണും. ച എല്ലായിടത്തും ഉണ്ട്. യത്ത്, ആരുടെ. അനുഗ്രഹാതെ, അനുഗ്രഹത്താലാണോ. നമ്മള് ഈ ഓരോ ശ്ലോകവും പഠിക്കുമ്പം നമ്മൾ ആ വാക്കുകൾ പഠിക്കുമ്പോൾ നമ്മൾ സംസ്കൃതം അങ്ങ് അറിയാതെ പഠിച്ചു പോകും. അത് വളരെ ശ്രദ്ധിക്കണം. ഓരോ വാക്കും തെറ്റിക്കാതെ പറയാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും പഠിച്ചാൽ നമുക്ക് പിന്നെ ഭാഗവതം എളുപ്പമായിട്ട് പഠിക്കാം. അതെ. യസ്മാന്ന സമ്പദോ രാജ്യം ധാരാ പ്രാണാകുല പ്രജാഃ ആസൻ സപത്ന വിജയോ ലോകാശ്ച യദനുഗ്രഹാത്. അതിന്റെ വിവർത്തനം, ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക്. നമ്മുടെ സമസ്ത രാജകീയ സമ്പത്തും സത്പത്നിമാരും ജീവനും സന്തതികളും പ്രജകളുടെ മേലുള്ള നിയന്ത്രണാധികാരവും ശത്രുക്കളുടെ മേലുള്ള വിജയവും ഭാവിയിൽ ഉന്നത ലോകങ്ങളിലുള്ള സ്ഥാനവും സാധ്യമായിരിക്കുന്നത് കാരണം അദ്ദേഹം, അതിന് ഒരു കാരണമായിട്ട് നിൽക്കുന്നത് എന്താണ്, ഭഗവാൻ മാത്രമാണ്. ഇതെല്ലാം അദ്ദേഹത്തിന് നമ്മോടുള്ള അഹൈതുകമായ കൃപയാൽ സംഭവിച്ചതാകുന്നു എന്നാണ്. അപ്പൊ അവിടെ വിവർത്തനത്തിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചില്ലല്ലോ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. യസ്മാന്ന സമ്പദോ രാജ്യം ദ്വാരാ പ്രാണാകുലം പ്രജഃ ആസാൻ സ്വപ്ന വിജയോ ലോകാച്ച യദനുഗ്രഹാത്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രജാഹ എന്നുണ്ട് കേട്ടോ. പ്രാണാകുലം പ്രജാഹ, പ്രജകൾ. ഇതാണ് പ്ലൂറലാണേ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും വായിക്കണോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്മാന്നാ സമ്പദോ രാജ്യം ധാരാ പ്രാണകുലം പ്രജാ ആസൻ സപത്ന വിജയോ ലോകാശ്ചായത് അനുഗ്രഹാത്. ഹരേ കൃഷ്ണ. മാതാജി ചോദിച്ചു, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യസ്മാന്ന സമ്പദോ രാജ്യം ധാരാ പ്രാണകുലം പ്രജഃ
ആസൻ സപ്തന് വിജയോ ലോകാച്ഛാദനുഗ്രഹാത്. ഹരേ കൃഷ്ണ. സപത്ന വിജയോ കേട്ടോ, സപത്ന വിജയോ. അപ്പം നമ്മുടെ സമസ്ത രാജകീയ സമ്പത്തും. അപ്പം ആരാ ഇത് പറയുന്നത് മാതാജി? ഹരേ കൃഷ്ണ. ഈ ശ്ലോകം ആര് പറയാ? നാരദമുനി. ഈ ശ്ലോകം ആരാണ് പറയുന്നത് യഥാർത്ഥത്തില്? യുധിഷ്ഠിര മഹാരാജാവ് അല്ലെ. അപ്പം ആരോട് പറയുകയാണിത്? അനുജനോട് പറയുകയാണ് അല്ലെ. അപ്പടെ നമ്മുടെ സമസ്ത രാജകീയ സമ്പത്തും സത്പത്നിമാരും ജീവനും സന്തതികളും പ്രജകളുടെ മേലുള്ള നിയന്ത്രണാധികാരവും ശത്രുക്കളുടെ മേലുള്ള വിജയവും ഭാവിയിൽ ഉന്നത ലോകങ്ങളിൽ നമുക്ക് കിട്ടാനിരിക്കുന്ന സ്ഥാനവും അതുപോലെ ഇതിനെല്ലാം കാരണമായി നിൽക്കുന്ന ഒറ്റ ഒരാളാണ് ഭഗവാൻ മാത്രമാണ്. അദ്ദേഹത്തിന് നമ്മളുള്ള അഹൈതുകമായ കൃപയാൽ സംഭവിച്ചതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അല്ലെ. എല്ലാവർക്കും പുരുഷന്മാർക്കെല്ലാം ഉത്തമമായ ഒരു ഭാര്യയെ വേണം, അതുപോലെ നല്ലൊരു വീട് വേണം, ഭൂസ്വത്തുക്കൾ വേണം, നല്ല പുത്രന്മാരെ കിട്ടണം, അതുപോലെ കുടുംബ ബന്ധങ്ങളെല്ലാം നല്ല ഉത്തമമായിരിക്കണം. പിന്നെ അതുപോലെ ഏത് പ്രതിയോഗിയെ കണ്ടാലും ഏത് എതിരാളിയെ കണ്ടാലും അവരുടെ വിജയം വേണം. പിന്നെ ധർമ്മ പ്രവർത്തനങ്ങൾ വേണം നമ്മളല്ലേ. അപ്പൊ അങ്ങനെ പ്രവൃത്തിമാർഗവും നിവൃത്തിമാർഗവും ഉണ്ടെന്ന് നമുക്കറിയാം. അതിലെ പ്രവൃത്തിമാർഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിവൃത്തിമാർഗമല്ല. അങ്ങനെ മേന്മയേറിയ ലൗകിക സുഖസൗകര്യങ്ങൾക്കായി ഉന്നതമായ സ്വർഗീയ ലോകങ്ങളിൽ സ്ഥാനം പ്രാപ്തമാക്കണം. നമ്മള് അവിടെ ശുദ്ധഭക്തനെ കുറിച്ചൊന്നും സാധാരണ ചിന്തിക്കുന്നില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്വർഗീയ ലോകങ്ങളിൽ സ്ഥാനം കിട്ടണം. ഭൗതികക്ഷേമത്തിൽ ഇതെല്ലാം ഉൾപ്പെടുന്നു. നമ്മുടെ ഭൗതികക്ഷേമത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത് എല്ലാം തന്നെ. ഈ സുഖസൗകര്യങ്ങളൊക്കെ നമ്മൾ കഠിന പ്രയത്നത്താൽ നമ്മൾ നേടിയെടുത്തെന്ന് വരാം, അല്ലെങ്കിൽ നീതിരഹിതമായ മാർഗങ്ങളിൽ കൂടി നമ്മൾ എടുത്തെന്ന് വരാം. അപ്പൊ മനുഷ്യരറിയാം, മനുഷ്യർക്കൊക്കെയും എല്ലാവരും ഒന്ന് നീതിയെ വലിയ പ്രാധാന്യമായിട്ട് കൊടുക്കത്തില്ല. അയ്യോ അത് പാപമല്ലേ, ഇത് പാപമല്ലേ എന്നൊന്നും ചിന്തിക്കില്ല. ഏത് രീതിയിൽ എന്റെ ഉയർച്ച എന്നുള്ള ചിന്ത. ഇപ്പൊ ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും പോലും ഒരു പ്രൊമോഷൻ വരുമ്പോഴത്തേക്ക് അത് ആ കിട്ടേണ്ട വ്യക്തിക്കാണോ കിട്ടണമെന്നോ അയ്യോ ഞാൻ രാവിലെ ജോയിൻ ചെയ്തില്ല, ഉച്ചയ്ക്ക് ജോയിൻ ചെയ്തതുകൊണ്ട് എനിക്കത് നഷ്ടമായി, അല്ലെങ്കിൽ എനിക്കത് കിട്ടേണ്ടതായിരുന്നു. അങ്ങനെയുള്ള ആ രീതികൾ വെച്ചുകൊണ്ട് അഥവാ അങ്ങനെ ഒരു വൈരാഗ്യം നമുക്ക് മറ്റുള്ളവരോട് ഉണ്ടാകും. അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും ഉണ്ടാകാനുണ്ട്. അപ്പൊ നീതിരഹിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അത് അങ്ങനെ കിട്ടുക എന്നുള്ളത് അത് സാധ്യമല്ല എന്നറിയാം. പക്ഷേ ഇതിനെല്ലാം എന്ത് കിട്ടണോ അവിടെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഭഗവാന്റെ അനുഗ്രഹം കൂടാതെ നമുക്ക് ചിലരെ കുറിച്ചറിയാം, ഒരുപാട് കഷ്ടപ്പെടുന്നവർ കാണും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരും കാണും. ആ ചെയ്യുന്നതിന് അതിനതൊക്കെ ഫലം അവർക്കുണ്ടാകുന്നില്ല. അവരെ ഒരുപാട് ഭൗതികമായിട്ട് ഒരുപാട് കഷ്ടപ്പാട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അവർക്ക് അവിടെ ആ ഒരു ഫലം അതുപോലെ കിട്ടുന്നില്ല എന്നുള്ളത് അതൊരു ചിലർക്കൊക്കെ കാണാവുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ അവർക്ക് വലിയധികം പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യും? ആൾക്കാർ പോയിട്ട് ഏതെങ്കിലും ജ്യോത്സ്യനെ കണ്ടിട്ട് എന്താണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, അതായത് അവര് പറയും ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോയി കുറച്ച് നടത്താന് വഴിപാടുകൾ നടത്താൻ എഴുതി കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ ചില ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പം അത് എന്താണ്? ഭഗവത് വിശ്വാസമില്ലായ്മ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൂടാതെ സ്വപ്രയത്നത്താൽ മാത്രം ഉത്കർഷം ഉണ്ടാകില്ല എന്നാണ് ശ്രീല പ്രഭുപാദർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം പരമപുരുഷന്റെ ആയ ഭഗവത് കരങ്ങളിലാണ് അംഗീകാരം ഇരിക്കുന്നത് എന്നുള്ള വിശ്വാസം ശരിക്കും ഒരു ഭക്തിയിലേക്ക് വന്നവനിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഭക്തിയിലേക്ക് വരാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് ഉണ്ടാകുന്നില്ല. അപ്പം ജയം ലഭിക്കുന്നതായാലും ശരി, പരാജയമായാലും ശരി, ഇതൊക്കെ എങ്ങനെ വരുന്നു? ഭഗവാന്റെ കയ്യിലാണ് ഉള്ളത് എന്ന ഉത്തമ വിശ്വാസം ഒരു ശുദ്ധ ഭക്തനിൽ ഉണ്ടാകും. ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാകും. പരാജയം ഉണ്ടാകുമ്പോഴും അയാൾ എന്ത് ചെയ്യുന്നില്ല? അല്ലേ ഞാൻ ഇട്ടിട്ട് പോയേക്കാം, അങ്ങനെ ഒരു ചിന്താഗതി. ഭഗവാനെ ചിലർ പറയും ഭഗവാനെ കൃഷ്ണനെ വിളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊക്കെ വരുന്നത്, കൃഷ്ണനെ വിളിച്ചാൽ എപ്പം ദുഃഖമായിരിക്കും, ഇങ്ങനെ വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാര് അപ്പൊ അവരുടെ ജയപരാജയങ്ങൾ വരുമ്പോൾ അവരെ എളുപ്പം കൃഷ്ണനിൽ നിന്ന് മാറാൻ നോക്കുന്നവരും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ
യുധിഷ്ഠിരൻ തന്നെ സമ്മതിക്കുന്ന സമസ്ത ജയപരാജയങ്ങളുടെയും അന്തിമവിധി നിർണയിക്കുന്നത് ഭഗവാനാണ്. അപ്പം ഈ സ്വന്തം ജീവിതത്തിൽ നിന്നത് മനസ്സിലാക്കിയെടുത്ത ആളാണ്, അത് അംഗീകരിക്കുന്ന ആളും കൂടിയായിരുന്നു മഹാരാജ യുധിഷ്ഠിരൻ. അങ്ങനെ മഹാനായ രാജാവും ഭഗവത് ഭക്തനുമായ യുധിഷ്ഠിരന്റെ കാലടികളെ പിന്തുടരണമെന്നും അപ്പം ജീവിതത്തെ ഒരു പൂർണ്ണ വിജയമാക്കി തീർക്കണമെന്നും അങ്ങനെ ഒരു സാഹചര്യം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ തന്നെ വിശ്വസിക്കുക, ഭഗവാനിൽ പൂർണ്ണ അർപ്പണ ബോധം ഉണ്ടാക്കുക, വേറെ ആരും നമ്മളെ രക്ഷിക്കാൻ ഉണ്ടാകില്ല എന്ന ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ നമ്മളെ ഊട്ടി വളർത്തുക, അത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അപ്പം നമ്മൾക്ക് ഭഗവാനോടുള്ള ഫേമായ ഫെയ്ത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ആദ്യമേ നമ്മളെ ടേസ്റ്റ് ഓഫ് ഹിയറിംഗ് വളർത്തണം, കേൾക്കാനുള്ള ഒരു ഭാവം, അതിലൊരു രുചി വളർത്തിയെടുക്കണം. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. പിന്നെ അത് കേട്ട് നമ്മളെ ജപിച്ച് ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് അപ്പം കീർത്തിക്കാനുള്ള ഒരു ഭാവം നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ടേസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഡീപ്പ് അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഭാഗവതത്തിൽ, അങ്ങനെ വരുമ്പോഴാണ് ഭാഗവതം 2-ാം അധ്യായത്തിൽ 14 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാവങ്ങളെ, 9 ഭാവങ്ങളെ, അങ്ങനെ അതുപോലെ ഭക്തി വിനോദ ടാഗോർ പറഞ്ഞിട്ടുള്ള ആ 14 ഭാവങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് പകർത്തിയെടുക്കാൻ കഴിയുന്നത്. അങ്ങനെ ഭഗവാനുള്ള അറ്റാച്ച്മെന്റ് കൂട്ടാൻ ആദ്യമേ നമ്മൾ കേൾവിയിലേക്ക് കേൾക്കണം, നന്നായി കേൾക്കുക. പിന്നെ നമ്മളെ നന്നായി അതുപോലെ കീർത്തനം ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രീലപ്രഭുപാദർ എല്ലാത്തിലും പറയുന്നത് എന്താണ്? കേട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മളെ ശ്രദ്ധിച്ചിട്ട് അതിനെ മനനം ചെയ്യാനുള്ള ഒരു ഭാവം നമ്മളിൽ ഉണ്ടാകണം. ഞങ്ങളുടെ മഹാരാജ എപ്പോഴും പറയുന്ന ഒന്നാണ്. അപ്പൊ ആ ഒരു ഭാവം നമ്മളിലേക്ക് കേൾക്കുക, ജപിക്കുക, പിന്നെ അതിനെക്കുറിച്ച് ഓർക്കാൻ കുറച്ച് സമയം നിങ്ങൾ മെനക്കെട്ടേ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് കേട്ടോ അതിനെക്കുറിച്ച് നിങ്ങളെ മനനം ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്നെ ഭാരത എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ആ ഒരു ഭാവം നമ്മളെ വളർത്തിയെടുക്കണം. അങ്ങനെയാണ് നമുക്ക് പിന്നീട് ബാക്കിയുള്ളതൊക്കെ ആ ഒരു രീതിയിലേക്ക് വരുന്നത്. അതുപോലെ പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞിട്ടുണ്ടല്ലേ, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അങ്ങനെ പോകുന്നില്ലേ? അവിടെയും ഉണ്ട് 9 സ്റ്റേജസ് നമ്മളെ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പൊ ഈ ഭാവങ്ങളെല്ലാം വളർത്തിയെടുക്കാൻ നമ്മൾ മുന്നോട്ട് തയ്യാറാകണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഡീപ്പ് അറ്റാച്ച്മെന്റ് കിട്ടുക. അപ്പൊ അങ്ങനെ ആ ഡീപ്പ് അറ്റാച്ച്മെന്റിൽ നിന്ന് നമുക്ക് കൃഷ്ണനോടുള്ള ആ ഒരു സീഡ് ഓഫ് ലവ് എന്ന് പറയും, സ്നേഹത്തിന്റെ ആ വിത്ത് വളർത്തിയെടുക്കുക. ആ വിത്ത് വളർത്തിയെടുത്തിട്ട് നമ്മുടെ ഹൃദയത്തിൽ അതിനെ പ്രതിഷ്ഠിക്കുക. അപ്പം കേൾക്കണം, മനനം ചെയ്യണം, ചിന്തിക്കണം. അങ്ങനെ ചിന്തയിൽ കൂടി നമ്മൾ ഡീപ്പ് അറ്റാച്ച്മെന്റ് വളർത്തിയെടുക്കണം. അങ്ങനെ വളർത്തി കൃഷ്ണനോടുള്ള ആ സീഡ് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ പ്രതിഷ്ഠിക്കണം. ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കൃഷ്ണനുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഒരു എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മളെ എത്തിച്ചേരും. അപ്പോഴാണ് പിന്നീടാണ് നമ്മൾ അങ്ങേയറ്റം ചെല്ലുമ്പോഴാണ് ഭാവവും പ്രേമവും ഒക്കെ നമ്മളിലേക്ക് വളർന്നു വരുന്നത്. അപ്പൊ ഇതിപ്പോ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, നേരത്തെ അത് എടുത്തപ്പോ പറഞ്ഞു, നിഷ്ഠ വരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഉയർച്ചയ്ക്ക് അനുസരിച്ച് ബാക്കി ഹേമവിന്റെ രീതിയുമൊക്കെ നമ്മൾക്ക് ഭഗവാൻ ഇനി പ്രസന്റായി തരികയാണ്, അല്ലെ? നിഷ്ഠ വരെ നമ്മൾ അതെടുത്തപ്പം വ്യക്തമായിട്ട് പഠിച്ചതാണ്. അപ്പൊ അതുവരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഭഗവാൻ തന്നുകൊള്ളും, നമ്മുടെ ഭാവത്തിനനുസരിച്ച് തന്നുകൊള്ളും. അപ്പൊ അതുപോലെ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് ഇതെല്ലാം കേട്ടു, ഇതെല്ലാം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും അല്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു, എന്നിട്ടും എന്തുകൊണ്ടോ മഹാരാജനെ അവിടെ യുധിഷ്ഠിര മഹാരാജന് എന്ത് പറ്റി? ചില ചിന്തകൾ മനസ്സിൽ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് അതങ്ങനെ ഉണ്ടായത്? തന്നെ ഏറ്റവും സ്നേഹിച്ചിരുന്ന ആളാണ്, ഞങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, ഒരു മിനിറ്റും വിട്ടുമാറാതെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പോകുന്നു എന്ന് കേൾക്കുമ്പോഴും ഉണ്ടായ മാനസികമായ പ്രയാസവും അതുപോലെ ഒരു ചിന്താഗതിയുമാണ് അദ്ദേഹത്തെ അങ്ങനെ ചിന്തിച്ചത്. അപ്പം നമ്മള് ഇവിടെ ശ്രീലപ്രഭാത് ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വായിക്കുമ്പോ അറിയാം. ഇപ്പം ചില ഡോക്ടർ നല്ല മിടുക്കരായിരിക്കും, നല്ല മിടുക്കനാണെങ്കിലും എന്ത് പറ്റും, രോഗിയെ ചികിത്സിക്കുമ്പോൾ ചിലപ്പോൾ അതിനൊക്കെ ഫലം കിട്ടിയെന്ന് വരത്തില്ല, അവിടെ പരാജയപ്പെടുകയും ചെയ്യുന്ന. പക്ഷേ ഭഗവത് കൃപയുള്ള ഒരു ഡോക്ടറാണെങ്കിൽ അവൻ തീർച്ചയായും അവിടെ വിജയം കൈവരിക്കും എന്നുള്ളതാണ്.
അപ്പം അതിവിദഗ്ധനായ ഡോക്ടറെ ചികിത്സിച്ചിട്ട് പോലും മരണം സംഭവിക്കുന്നുണ്ട് എന്നും നമ്മൾ മറക്കരുത്. എത്ര മിടുക്കനായ ഡോക്ടറാണെങ്കിലും മരണത്തെ പിടിച്ചു കെട്ടാൻ കഴിയുകയില്ല. അതൊക്കെ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച്, നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മൾ പോകേണ്ട സമയം നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ എത്ര നാളെ നിൽക്കണം, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അതിവിദഗ്ധനായ ഡോക്ടർക്കായി പോലും ചിലപ്പോൾ അത് അവിടെ ഓരോ ഓപ്പറേഷൻ നടത്തി വിശപ്പൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം എല്ലാവിധ സന്തോഷങ്ങൾക്കും അടിയന്തരമായ കാരണം ഭഗവത് കൃപയാണെന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം വിജയം കൈവരിച്ചവരൊക്കെയും ജീവിതത്തിൽ താൻ ആർജിച്ചതൊക്കെയും ഭഗവാനോട് നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാണ് ശ്രീല പ്രഭുപാദർ ഇവിടെ നിർത്തുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. ആ ഒരു ഭാവം നമ്മുടെ മനസ്സിൽ, ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ്, ഭഗവാനോടുള്ള നന്ദി പറയാനുള്ള ഭാവം നമ്മളിൽ എപ്പോഴും ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നിർത്തുന്നു. ഹരേ കൃഷ്ണ. നമ്മൾ അടുത്ത ഒരു ശ്ലോകം, 3 ശ്ലോകം ഞാൻ എന്നും എടുക്കുന്നത്, ഇന്നത് കഴിഞ്ഞില്ല. മറ്റേ ശ്ലോകം കുറച്ച് വലുതായതുകൊണ്ട് ഇവിടെ തീർക്കേണ്ടതായിരുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് സമയമായി, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം.